ഒന്ന് ദിനവൃത്താന്തം അധ്യായം 26. വാതിൽ കാവൽക്കാർ. ദേവാലയ വാതിൽ കാവൽക്കാരുടെ ഗണങ്ങൾ. കൊറാഹ്യരിൽ ആസാഫിൻ്റെ പുത്രന്മാരിൽ കോറയുടെ പുത്രൻ മെഷലെമിയ. അവൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ സക്കറിയ, യദിയേൽ, സെബദിയ, യത്നിയേൽ, ഏലാം, യഹോഹനാൻ, എലിയേഹോവനായി. ഓബദ് ഏദോമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഷെമായ, യഹോസബാദ്, യോവ, സാഖാർ, നെഥാനേൽ, അമ്മിയേൽ, ഇസാക്കർ, പെവുലേത്തായി. ദൈവം ഓബദ് ഏദോമിനെ അനുഗ്രഹിച്ചു. അവൻ്റെ പുത്രനായ ഷെമായയുടെ പുത്രന്മാർ കഴിവുറ്റവരായിരുന്നതിനാൽ തങ്ങളുടെ പിതൃകുടുംബങ്ങൾക്ക് നായകന്മാരായിരുന്നു. ഷെമായയുടെ പുത്രന്മാർ ഒത്നി, റഫായേൽ, ഓബദ്, എൽസാബാദ്. അവരുടെ ചാർച്ചക്കാരായ എലീഹു, സെമാഖിയ എന്നിവർ കഴിവുറ്റവരായിരുന്നു. ഇവർ ഓബദ് ഏദോമിൻ്റെ വംശത്തിൽപ്പെടുന്നു. ഇവരും മക്കളും ചാർച്ചക്കാരും ശുശ്രൂഷയ്ക്ക് അതിനിപുണന്മാരായിരുന്നു. ഓബദ് ഏദോമിൽ നിന്ന് ആകെ 62 പേർ. മെഷലേമിയായുടെ പുത്രന്മാരും ചാർച്ചക്കാരും പ്രഗത്ഭന്മാരായ 18 പേർ. മെറാറി കുടുംബത്തിലെ ഹോസായുടെ പുത്രന്മാരിൽ പ്രമുഖനായ ഷിമ്രി ആദ്യജാതനല്ലെങ്കിലും ഇവനെ ഹോസ തലവനാക്കി. രണ്ടാമൻ ഹിൽക്കിയ, മൂന്നാമൻ തെബാലിയ, നാലാമൻ സക്കറിയ. ഹോസായുടെ പുത്രന്മാരും ചാർച്ചക്കാരുമായി ആകെ 13 പേർ. ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബത്തലവന്മാർക്ക് അനുസൃതമായാണ്. കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവർക്കും കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു. പിതൃകുടുംബ ക്രമമനുസരിച്ച് വലുപ്പ ചെറുപ്പ ഭേദമന്യേ അവർ നറുക്കിട്ട് ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു. കിഴക്കേ വാതിലിൻ്റെ നറുക്ക് ശെലമിയായ്ക്ക് വീണു. അവൻ്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സക്കറിയായ്ക്ക് വടക്കേ വാതിലിൻ്റെ നറുക്ക് കിട്ടി. തെക്കേ വാതിൽ നറുക്കനുസരിച്ച് ഓബദ് ഏദോമിന് കിട്ടി. അവൻ്റെ പുത്രന്മാരെ സംഭരണശാലയുടെ ചുമതല ഏൽപ്പിച്ചു. കയറ്റത്തിലെ വഴിയിലേക്ക് തുറക്കുന്ന ഷല്ലേഖേത്ത് വാതിലും പടിഞ്ഞാറേ വാതിലും ഷുപ്പീമിനും ഹോസായ്ക്കും കിട്ടി. അവർ തവണ വെച്ച് തുടർച്ചയായി കാവൽ നിന്നു. ദിനംപ്രതി കിഴക്ക് 6 പേർ, വടക്ക് 4 പേർ, തെക്ക് 4 പേർ. സംഭരണശാലകളിൽ ഈ 2 പേർ, പർബാറിൽ 2 പേർ, അതിന് പടിഞ്ഞാറുള്ള വഴിയിൽ 4 പേർ. കൊറാഹ്യരിലും മെറാര്യരിലും പെട്ട ദ്വാരപാലകന്മാരുടെ വിഭാഗങ്ങൾ ഇവയാണ്. ലേവ്യരിൽ അഹിയ ദേവാലയ ഭണ്ഡാരത്തിൻ്റെയും കാണിക്കകളുടെയും മേൽനോട്ടക്കാരനായിരുന്നു. ഗെർശോനിനായ ലാദാന്റെ സന്തതികളിൽ ഒരുവനാണ് യഹിയേൽ. അവൻ്റെ പുത്രന്മാരായ സേഥാമും സഹോദരൻ ജോയേലും കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്നു. അവരോടൊപ്പം അമ്രാമ്യരും ഇസ്ഹാര്യരും ഹെബ്രോണ്യരും ഉസിയേലരും ഉണ്ടായിരുന്നു. മോശയുടെ മകനായ ഗെർഷോമിൻ്റെ പുത്രൻ ഷെബുവേൽ ഭണ്ഡാര സൂക്ഷിപ്പുകാരുടെ തലവനായിരുന്നു. എലിയേസർ വഴിക്കുള്ള അവൻ്റെ ചാർച്ചക്കാർ റഹാബിയ, അവൻ്റെ മകൻ യഷായ, അവൻ്റെ മകൻ യോറ, അവൻ്റെ മകൻ സിക്രി, അവൻ്റെ മകൻ ഷെലോമോത്ത്. ദാവീദ് രാജാവും കുടുംബത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കളുടെ മേൽനോട്ടക്കാർ ഷെലോമോത്തും ചാർച്ചക്കാരുമായിരുന്നു. യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ നിന്ന് ഒരു ഭാഗം അവർ കർത്താവിൻ്റെ ആലയം സംരക്ഷിക്കാൻ നൽകിപ്പോന്നു. ദീർഘദർശിയായ സാമുവൽ, കിഷിൻ്റെ മകൻ സാവൂൾ, നേറിൻ്റെ മകൻ അബ്നേർ, സെരൂയായുടെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം
ഷെലോമോത്തിനും ചാർച്ചക്കാർക്കും ആയിരുന്നു. ഇസ്ഹാര്യരിൽ നിന്ന് കെനാനിയായും പുത്രന്മാരും ഇസ്രായേലിലെ രാജസേവകന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു. ഹെബ്രോണിൽ നിന്ന് ഹഷാബിയായും ചാർച്ചക്കാരും ജോർദാന്റെ പടിഞ്ഞാറേ തീരം വരെ ഇസ്രായേലിൻ്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കും രാജസേവനത്തിനും ആയി നിയമിക്കപ്പെട്ട പ്രഗത്ഭന്മാരായ അവർ 1700 പേരുണ്ടായിരുന്നു. ഹെബ്രോണ്യരുടെ തലവൻ ഏതു വംശാവലി വഴിക്കും ജെറിയ ആയിരുന്നു. ദാവീദ് രാജാവിൻ്റെ 40-ാം ഭരണവർഷം ഇവരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഗിലെയാദിലെ യാസറിൽ അതിപ്രഗത്ഭന്മാർ ഉണ്ടെന്ന് കണ്ടെത്തി. ജെറിയായും ചാർച്ചക്കാരും ആയി 2700 പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു. ദാവീദ് രാജാവ് അവരെ റൂബൻ, ഗാദ് ഗോത്രങ്ങൾ, മനാസയുടെ അർദ്ധഗോത്രം എന്നിവയിൽ ദൈവത്തെയും രാജാവിനെയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചു.